17ാമത് ലോക്സഭയുടെ അവസാന സമ്മേളനം ആരംഭിച്ചു. ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കാനായി ചേരുന്ന സമ്മേളനത്തിന്റെ തീമായി മോദി പറയുന്നത് നാരീശക്തി ആണെന്നാണ്. എന്തായിരിക്കും മോദിയുടെയും RSSന്റെയും നാരീശക്തി? ഹിന്ദുത്വവാദികളുടെ വേദഗ്രന്ഥമായ മനുസ്മൃതിയിൽ സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വീണ്ടും വീണ്ടും പറയേണ്ട ആവശ്യമില്ലല്ലോ. സ്ത്രീകളെയും ദളിതരെയും ഒരുപോലെയാണ് ഇക്കൂട്ടർ കണ്ടിട്ടുള്ളത്. അപ്പോൾ എന്താ പെട്ടെന്ന് സ്ത്രീകളോടൊരു താല്പര്യമെന്നല്ലേ? ഇലക്ഷൻ അല്ലാതെന്ത്? അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു. സ്ത്രീകൾക്ക് വോട്ടവകാശമുള്ള നാടാണ് ഇന്ത്യ. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പ് എടുത്തു നോക്കിയാൽ പുരുഷ വോട്ടർമാരെക്കാൾ തങ്ങളുടെ ജനാധിപത്യ അവകാശം വിനിയോഗിച്ചത് സ്ത്രീകളാണ്. അപ്പോൾ അവരെ കൂടെ നിർത്തേണ്ടത് ആരുടെ ആവശ്യമാണ്? അതിനുവേണ്ടിയാണ് ഈ ഗിമ്മിക്കുകൾ. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് നോക്കൂ. ആസിഫ ബാനുവിനെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? 8 വയസ്സ് മാത്രം പ്രായമുള്ള ആസിഫ ജമ്മു കാശ്മീരിലെ ഒരു അമ്പലത്തിൽ വെച്ചാണ് അതിക്രൂരമായി പീഡനത്തിന് ഇരയാക്കിയത്. ഉയർന്ന ജാതിക്കാരായ പ്രതികളെ സംരക്ഷിക്കാനാണ് അന്ന് BJP ഗവൺമെന്റ് ശ്രമിച്ചത്. ഉത്തർപ്രദേശിൽ നടന്ന ഉന്നാവോ ബലാത്സംഗ കേസിലെ പ്രതികൾ BJP MLAയും അയാളുടെ സഹോദരനും ആയിരുന്നു. കുൽദീപ് സിംഗ് സെൻഗറും ജഗ്ദീപ് സെൻഗറും. കുൽദീപ് സിംഗിന്റെ വീട്ടിൽ ജോലിക്കായി വന്നതാണ് ആ 17കാരി. MLAയും സഹോദരനും ചേർന്ന് അവളെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു. പോലീസിൽ സമീപിച്ച അവൾക്ക് നീതി ഉറപ്പാക്കാൻ അല്ല അന്ന് പോലീസ് ശ്രമിച്ചത്, കേസ് എടുക്കാതിരിക്കാനാണ്. അവസാനം നീതിപീഠം കണ്ണു തുറന്നപ്പോഴേക്ക് അവളുടെ അച്ഛനും അമ്മായിമാരും നിർണായകമായ മൊഴി നൽകിയ സാക്ഷിയും ഉൾപ്പെടെ 4 മരണങ്ങൾ. ഉത്തർപ്രദേശിലെ തന്നെ ഹാത്രസിൽ 19 വയസ്സുള്ള ഒരു ദളിത് യുവതിയെ 4 സവർണജാതിക്കാർ കൂട്ട ബലാത്സംഗം ചെയ്ത് കൊന്നു. മാതാപിതാക്കളെ പോലും കാണിക്കാതെ ധൃതി പിടിച്ച് വെളുപ്പിന് 2:30 ദേഹം ദഹിപ്പിച്ചു. പെട്രോൾ ഉപയോഗിച്ച് കത്തിക്കുകയായിരുന്നു. കോടതി വിധിയിൽ 3 പ്രതികൾ രക്ഷപ്പെട്ടു. ഒരു പ്രതിക്ക് മാത്രം ജീവപര്യന്തം. തെളിവുകൾ ശേഖരിക്കുന്നതിൽ പോലീസ് വരുത്തിയ അനാസ്ഥയാണ് പ്രതികൾ രക്ഷപ്പെടുന്നതിന് കാരണമായത്. രക്തമൊലിപ്പിച്ച് നഗ്നയായ ഒരു 12 വയസ്സുകാരി സഹായത്തിന് വേണ്ടി, ഒരിറ്റ് കരുണയ്ക്ക് വേണ്ടി മധ്യപ്രദേശിലെ ഉജ്ജയിനിയിലെ തെരുവിൽ ഓരോ വീടിന്റെയും വാതിൽ മുട്ടുന്നത് നമ്മൾ കണ്ടതാണ്. അന്ന് അവൾക്ക് മുന്നിൽ തുറക്കാതെ പോയ വാതിലുകൾ മനസ്സാക്ഷി നഷ്ടപ്പെട്ട ഇന്ത്യയെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. നരേന്ദ്രമോദിയുടെ സ്വന്തം മണ്ഡലമായ വാരണാസിയിൽ IIT ബനാറസ് ഹിന്ദു സർവകലാശാല ക്യാമ്പസിൽ BTech വിദ്യാർത്ഥിനിയെ തോക്കു ചൂണ്ടി കൂട്ടബലാത്സംഗം ചെയ്തത് BJP IT സെൽ പ്രവർത്തകരാണ്. രാജ്യവ്യാപകമായി പ്രക്ഷോഭം ഉയർന്നതിൽ പിന്നെയാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. മണിപ്പൂരിൽ മാസങ്ങളായി നടക്കുന്ന വംശീയ കലാപത്തിൽ സ്ത്രീകൾ വേട്ടയാടപ്പെടുകയാണ്. 2 സ്ത്രീകളെ ഒരുപറ്റം ആളുകൾ നഗ്നരാക്കി തെരുവിലൂടെ നടത്തുകയും കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുകയും ചെയ്തത് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയെ തലകുനിപ്പിച്ചു. നരേന്ദ്രമോദിയോ ആഭ്യന്തരമന്ത്രി അമിത്ഷായോ ഇതുവരെ മണിപ്പൂർ സന്ദർശിക്കാൻ പോലും തയ്യാറായിട്ടില്ല. ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ മായാത്ത മുറിവാണ് ഗുജറാത്ത് വംശഹത്യ. അതിൽ ആക്രമണങ്ങൾക്ക് ഇരയായ സ്ത്രീകളെ വിരലിലെണ്ണിയാൽ തീരില്ല. നാരോദപാട്ടിയിൽ കൗസർ ബാനു എന്ന 9 മാസം ഗർഭിണിയായിരുന്ന സ്ത്രീയുടെ വയറ് കീറി അക്രമികൾ കുഞ്ഞിനെ പുറത്തെടുത്ത് കൊന്നു. അമ്മയെ തീ വെച്ചു കൊന്നു. സ്വന്തം മകളെയും കുടുംബാംഗങ്ങളെയും ബിൽക്കിസ് ബാനുവിന്റെ കൺമുന്നിൽ വെച്ചാണ് കൊലപ്പെടുത്തിയത്. ബിൽക്കിസ് ബാനു കേസിൽ 9 പ്രതികളെയും കോടതിയെപ്പോലും കബളിപ്പിച്ച് വെറുതെ വിടാനാണ് BJP സർക്കാർ ശ്രമിച്ചത്, അതും സ്വാതന്ത്ര്യദിനത്തിൽ തന്നെ. എന്നാൽ പൊതുസമൂഹത്തിന്റെയും സുപ്രീം കോടതിയുടെയും കൃത്യമായ ഇടപെടലിൽ ഈ പ്രതികൾക്ക് ജയിലിലേക്ക് തന്നെ മടങ്ങേണ്ടി വന്നു എന്നത് ചരിത്രമാണ്. ഇന്ത്യയുടെ അഭിമാനമായ കായിക താരങ്ങൾ, ഗുസ്തി ഫെഡറേഷൻ മുൻ പ്രസിഡന്റും BJP MPയുമായ ബ്രിജ് ഭൂഷൺ വനിതാ താരങ്ങളെ ലൈംഗികമായി ചൂഷണം ചെയ്തതിൽ പ്രതിഷേധിച്ച് 40 ദിവസമാണ് രാജ്യ തലസ്ഥാനത്ത് സമരം ചെയ്തത്. പ്രതിഷേധം ശക്തമായപ്പോൾ മറ്റ് നിവർത്തിയില്ലാതെ അനുരഞ്ജനായി. ബ്രിജ്ഭൂഷണിന്റെ കുടുംബാംഗങ്ങളെയോ അടുപ്പക്കാരെയോ ഫെഡറേഷനിൽ അടുപ്പിക്കില്ല എന്നതായിരുന്നു പ്രധാന വാഗ്ദാനം. എന്നാൽ ബ്രിജ്ഭൂഷന്റെ അടുത്ത കൂട്ടാളിയും ബിസിനസ് പങ്കാളിയുമായ സഞ്ജയ് സിംഗ് ഫെഡറേഷൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതിൽ പ്രതിഷേധിച്ചാണ് ഒളിമ്പിക്സ് മെഡൽ നേടിയ സാക്ഷി മാലിക് ഗുസ്തി അവസാനിപ്പിച്ചതായി നിറകണ്ണുകളോടെ പ്രഖ്യാപിച്ചത്. ഗുസ്തിയിൽ ഇന്ത്യയുടെ യശസ് വാനോളമുയർത്തിയ വിനേഷ് ഫോഗട്ട് തനിക്ക് ലഭിച്ച ഖേൽ രത്ന, അർജുന പുരസ്കാരങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസിന് മുന്നിൽ ഉപേക്ഷിച്ചു. മറ്റൊരു അഭിമാന താരം ബജ്രംഗ് പുനിയ പത്മശ്രീ പുരസ്കാരം കർത്തവ്യപഥിലെ വഴിയരികിൽ ഉപേക്ഷിച്ചു. 2023 അവസാനം പുറത്തുവന്ന NCRB റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. 2021 4,28,278 കേസുകൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ 2022 അത് 4,45,256 ആണ്. അതായത് ഓരോ മണിക്കൂറിലും 51 FIRകളെങ്കിലും രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്. ഇവിടെയാണ് പ്രധാനമന്ത്രി നാരീശക്തിയെക്കുറിച്ച് വാചാലനാവുന്നത്. രാജ്യത്ത് സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ വർദ്ധിക്കുമ്പോൾ നാരീശക്തി എന്ന പേരിൽ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കി ആളുകളെ മിഥ്യാധാരണയിലേക്ക് നയിക്കാനാണ് മോദി ശ്രമിക്കുന്നത്. മോദി ഗ്യാരണ്ടി പൊള്ളയായ വാഗ്ദാനങ്ങൾ മാത്രമാണ് എന്ന് ആർക്കാണ് അറിയാത്തത്?
യഥാർത്ഥ നാരീശക്തി മോദി കാണാൻ ഇരിക്കുന്നതേയുള്ളൂ. ഈ രാജ്യത്തെ സ്ത്രീകൾ ഒന്നടങ്കം പ്രതിഷേധവുമായി തെരുവിലിറങ്ങുന്ന ദിവസം. നിലവിലെ സ്ഥിതിയിൽ അത് വിദൂരമല്ല എന്ന് തന്നെയാണ് കാണുന്നത്.